ഹായ് ഓൾ. അപ്പൊ നമ്മള് പറിച്ച കർമൂസയിൽ ഒരു കർമൂസ പഴുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നോമ്പ് തുറക്കുമ്പോ ഈ കർമൂസ അതിന്റെ കൂടെ കഴിക്കാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് മുറിക്കാം. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇന്നലെ മുറിക്കാന്ന് വിചാരിച്ചതാ. അപ്പൊ പിന്നെ ഇന്നലെ വേണ്ടാന്ന് വെച്ച് നമുക്ക് ഇതുണ്ട്. ഇതിന്റെ വീഡിയോ ഇട്ടപ്പോ കൊറേ കമന്റ് വന്നിട്ടുണ്ട് കേട്ടാ. കർമൂസ് എന്ന് പറയും, പിന്നെ വേറെന്തോ വന്നിന്, പപ്പായ എന്ന് പറയലുണ്ട്, പിന്നെ വേറെന്തല്ലോ വന്നിന് പേര്, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അല്ല, അതിന്റെ അകത്ത് കമന്റ് വന്നിട്ടുണ്ടായിന്, നമ്മളെ നാട്ടിൽ ഇങ്ങനെയാ പറയാന്നെല്ലാം പറഞ്ഞിട്ട്. ഇത് നല്ലോണം പഴുത്തു പോയി മാ. ഇത് നല്ലോണം പഴുത്തിട്ടില്ലേ, ഇതായിപ്പോയിക്കേ. നമുക്ക് ഇങ്ങനെ മുറിക്കാം. കുരുവൊന്നുമില്ല, കുരുവൊന്നും അങ്ങനെ ഇല്ല. ഇത് ഫുൾ സീനായി പഴുത്തിട്ട്. കാണാനൊരു ലുക്കില്ലാന്നേ ഉള്ളൂ. ഇങ്ങനെ പഴുക്കണ്ടേന്. ഇത് കോക്ടെയിൽ ആക്കാൻ നല്ലതാ റമീക്ക. കണ്ണൂർ കോക്ടെയിൽ ഇല്ലേ, ആക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് എടുക്കണ്ട, ഞാൻ പറഞ്ഞു. ഹായ്. അപ്പൊ നമ്മൾ ഇന്നത്തെ നോമ്പ് തുറ സ്പെഷ്യൽ എന്തെല്ലാം? സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഈ കട്ട്ലേറ്റ്, കായ് നിറച്ചത്, സമൂസ അല്ലാതെ പപ്സ് പോലത്തെ ഒരു ഐറ്റം, പിന്നെ ബ്രെഡ് നമ്മള് മുട്ടയില് വാട്ടിയിട്ടുള്ള സാധനം, പിന്നെ ബത്തക്ക ഉണ്ട്, പപ്പായ കർമൂസ നമ്മളിവിടെ ഉണ്ടായ കർമൂസ ഇവിടെ ഉണ്ടായത്. പിന്നെ അതിന്റെ കൂടെ നമ്മള് ഇന്ന് വെള്ളം, കസ്കസ് വിത്ത് ലൈം. അതാ വേണ്ട. അത്താഴത്തിന് ഒരു പഴം, അത്താഴവും അല്ല, ഒരു 1:30-2 മണിയാകുമ്പോഴത്തേക്ക്, അത്താഴത്തിന്റെ സമയത്ത് എനിക്ക് എണീക്കാൻ കയ്യേറ്റ് 1:30 മണി അങ്ങനെ ആയിട്ട്, അന്നേരം ഒരു പഴവും ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചതാ. പിന്നെ ഒന്നും കൂടി ഇല്ലേറ്റ അല്ല ഉണ്ട്, എനിക്ക് വേണ്ട എടുക്കൂല. തിന്നാ എങ്ങനെ? സൂപ്പർ. നമ്മൾ തിന്ന കർമൂസ